കർത്താവിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, നാം ഒരു നോയമ്പ് കാലയളവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നോയമ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്തയിൽ വരുന്നത്, ഞാൻ നേരത്തെ എഴുതിയതായ ഒരു ചിന്തയാണ്. നോമ്പ് നവനാമ്പിൻ നൊമ്പരം എന്ന് പറയത്തക്കവണ്ണം ഒരു ചിന്ത ഞാൻ എഴുതിയിരുന്നു. പ്രകൃതിയിൽ നാം ഇപ്പോൾ നോക്കുന്ന അവസരം വരൾച്ച നിറഞ്ഞതായ ഒരു അന്തരീക്ഷമാണ്. ഇലകളെല്ലാം കൊഴിയുന്നു, പുല്ലുകൾ കരിയുന്നു. അതിനുശേഷം ഒരു പുതിയ നാമ്പ് മുളയ്ക്കുന്നതിന് സമാനമാണ് നോയമ്പിൻ്റെ അനുഭവം. പ്രത്യേകിച്ച് ഈ കാലയളവിൽ 40 ദിവസത്തെ നോമ്പ് നോക്കുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രത്യേകമായ ഉപവാസ അനുഭവത്തിലേക്ക് നയിക്കുകയും അതിനുശേഷം പുതിയ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരുന്നത് ഈ പ്രകൃതിദത്തമായ അനുഭവത്തോടു കൂടിയാണ്. യേശു കർത്താവിൻ്റെ കഷ്ടതകളും അതിനെ തുടർന്നുള്ള ജീവിതവും തുടർന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും ഒരു നവജീവൻ വിശ്വാസ സമൂഹത്തിലേക്ക് പകരുന്ന അനുഭവമാണ്. തീർച്ചയായിട്ടും ഈ കാലയളവിലുള്ള നോയമ്പ് അനുഭവം നമ്മുടെ ജീവിതങ്ങളെ നവമാക്കി തീർക്കുന്നതിന് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിലെ 1 മുതലുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവിൻ്റെ പരീക്ഷയെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. 40 ദിവസം രാവും പകലും ഉപവാസത്തിൽ കഴിഞ്ഞതായ യേശു കർത്താവ് 40 ദിവസം കഴിഞ്ഞപ്പോൾ യഹൂദ മരുഭൂമിയിലേക്ക് കടന്നു വന്ന സാഹചര്യത്തിൽ അവിടെ മനോഹരമായിട്ടുള്ള കല്ലുകൾ അത് അപ്പമെന്ന നിലയിൽ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ആ കല്ല് മനോഹരമായ അപ്പമായി കാണുവാൻ കഴിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായ ചിന്തയാണ് ഈ കല്ലുകൾ അപ്പമായി മാറ്റുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു പ്രത്യേക ദൗത്യത്തിനായി ഒരുങ്ങുന്ന കർത്താവ് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ കല്ലുകളെ അപ്പമാക്കുന്നത് ഒരു സ്വഭാവമായി വേണമെങ്കിൽ ചിത്രീകരിക്കാം. എന്നാൽ യേശു പറയുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്നുള്ളത് യേശു വചനത്തിൽ നിന്ന് തന്നെ പറയുക. തീർച്ചയായിട്ടും നമ്മുടെ വചനധ്യാനം ദൈവനാമ മഹത്വത്തിനായി തീരുവാനായിട്ട് ഇടയാകണം. അല്ലെങ്കിൽ ദൈവ വചനത്തിൽ നിന്നുള്ള പഠനമായിരിക്കണം നാം അഭിമുഖീകരിക്കുന്ന പരീക്ഷകളെ അതിജീവിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തുടർന്നുള്ള ഈ നോയമ്പ് കാലയളവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകളൊക്കെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിൻ്റെ ആഴമേറിയ പഠനം, അതിൻ്റെ ചിന്ത, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെ ഉപവാസത്തിലും വർജനത്തിലുമൊക്കെ പുനഃസൃഷ്ടിച്ച് നവജീവൻ പകരുന്ന അനുഭവത്തിലേക്ക് ഉയർന്നു വരുവാനായിട്ട് ഇടയാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ നോയമ്പ് കാലയളവ് നമ്മെ തന്നെ പുനഃസൃഷ്ടിക്കുന്നതും നവജീവൻ ഉയരുന്നതായിട്ടുള്ള അനുഭവമായി നമുക്ക് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ലോകത്തിലേക്ക് കടന്നു വന്ന മാനവ സമൂഹത്തിന് പ്രത്യാശയുടെ സന്ദേശം നൽകുവാൻ ഇടയായല്ലോ. ഒരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നോയമ്പ് അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരാത്മദേഹികളെ മനുഷ്യപ്പെടുത്തി പരിവപ്പെടുത്തി പുതിയ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാക്കി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. നിന്നിൽ പുതുമ കണ്ടെത്തി ഉയർപ്പിനോട് ചേർന്ന് ഞങ്ങളും ജീവിപ്പാൻ സഹായിക്കണം. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ.